മലയോര പ്രദേശത്ത് 2005 വരെ പാട്ടമായോ പാട്ട കാലാവധി കഴിഞ്ഞതോ ആയ സ്ഥലം കൈവശമുള്ളവർക്ക് പട്ടയം നൽകാനായി ഭൂമി പതിവ് ചട്ടത്തിലെ വ്യവസ്ഥ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനം കടുത്ത എതിർപ്പിനെ തുടർന്ന് സർക്കാർ പിൻവലിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. വൻകിട കയ്യേറ്റക്കാർക്ക് വേണ്ടി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അടൂർ പ്രകാശ് പറയുകയുണ്ടായി. പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്കും കുടിയേറ്റങ്ങൾക്കും നിയമസാധുത നൽകുന്നതായിരുന്നു 1/6/2015 റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനം. വൻകിട കയ്യേറ്റക്കാരെയും റിസോർട്ട് മാഫിയകളെയും സഹായിക്കാനായിരുന്നു തീരുമാനമെന്ന കടുത്ത വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് വിജ്ഞാപനം പിൻവലിച്ച് സർക്കാർ തടിതപ്പിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നുവെന്നും കൂടുതൽ പേർക്ക് പട്ടയം നൽകുക എന്ന സദുദ്ദേശമായിരുന്നു പിന്നിലെന്നും റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. തീരുമാനം തെറ്റായി എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. 1/6/2015 സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പിൻവലിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് അത് പല തലത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അത് ലോയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നോക്കി അത് ആണ് വരേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നതാണ്. പരമാവധി പട്ടയങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള സദുദ്ദേശത്തോടുകൂടി ചെയ്തതിൽ വീഴ്ചകൾ സംഭവിച്ചു എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തിരുത്താൻ ഞാൻ തയ്യാറാകുന്നു. അതിലപ്പുറം ഉത്തരവിറക്കിയതിൽ പാളിച്ച ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ വൻകിട കയ്യേറ്റക്കാരെ സഹായിച്ചിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സദുദ്ദേശത്തോടെയായിരുന്നു തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദില്ലിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ മലക്കം മാർച്ചിൽ വളരെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള രീതിയിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പ്രതികരണം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായും കോൺഗ്രസിനകത്തു നിന്നും പുറത്തുനിന്നും പ്രതിപക്ഷത്തിനൊപ്പം കോൺഗ്രസ് നേതാക്കളും കൂടുതൽ വിമർശനം ഉയർത്തിയതോടെയാണ് ഈ ഭൂപതിവ് ചട്ടത്തിലെ വിവാദ ഭേദഗതി റവന്യൂ വകുപ്പ് പിൻവലിക്കേണ്ടത് വന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മോടൊപ്പം ഇന്ന് എക്സ്പെർട്ട് പാനലിൽ ശ്രീ CR നീലകണ്ഠൻ, സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനാണ്, അദ്ദേഹം ചേരുന്നു. അതോടൊപ്പം CPIM-നെ പ്രതിനിധീകരിച്ച് KK രാഗേഷ് MP ഡൽഹിയിൽ നിന്ന് ചേരുന്നു. MV ഗോവിന്ദൻ മാസ്റ്ററെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് PA സലീമുണ്ട്, KPCC സെക്രട്ടറിയാണ്. ഒപ്പം യുവ കോൺഗ്രസ് പ്രവർത്തകനായ നേതാവായ BRM ഷഫീർ, അഡ്വക്കേറ്റ് BRM ഷഫീറും നമ്മോടൊപ്പം ചേരുന്നു. BJP-യുടെ നമ്മുടെ പാനലിസ്റ്റായി അഡ്വക്കേറ്റ് JR പത്മകുമാറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KK രാഗേഷിലേക്ക് പോവുകയാണ്. ശ്രീ രാഗേഷിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഈ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനാലാണ് എതിർപ്പ് ഉയർന്നത് എന്നുള്ള ഒരു വാദഗതി വന്നിട്ടുണ്ട്. ഇടുക്കി DCC-യും ഭേദഗതിയിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് പോകാം. പ്രതിപക്ഷത്തിനു പിന്നാലെ കോൺഗ്രസ് നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തിയതോടെ ചട്ടഭേദഗതി പിൻവലിക്കാൻ റവന്യൂ മന്ത്രി നിർബന്ധിതനാകുകയായിരുന്നു. ഭൂനിയമത്തിലെ ഭേദഗതിക്ക് പിന്നിൽ വൻ അഴിമതിയാണെന്ന് സൂചിപ്പിച്ചായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് VD സതീശന്റെ വിമർശനം. KPCC-യുമായി ചർച്ച ചെയ്യാതെ, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുമായി ചർച്ച ചെയ്യാതെ, നിയമസഭയിൽ ചർച്ച ചെയ്യാതെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ നടന്നിരിക്കുന്ന നീക്കങ്ങൾ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ജനങ്ങളോട് വ്യക്തമാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം കുടിയേറ്റവും കയ്യേറ്റവും രണ്ടാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ കാര്യം പാർട്ടിയിൽ ഉന്നയിക്കുകയും പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ ഉന്നയിക്കുകയും ഇത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തിയായി പറയുകയും ചെയ്യും. KPCC വേദിയിലും പാർലമെന്ററി പാർട്ടിയിലും ചർച്ച ചെയ്യാതെ നടത്തിയ ഭേദഗതിക്കെതിരെ TN പ്രതാപൻ, VT ബൽറാം തുടങ്ങിയ MLA-മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധിച്ചു. വൻകിട ടൂറിസം ഉടമകൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഈ നിയമത്തിന്റെ വ്യാഖ്യാനം വരികയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കണം. ഭേദഗതിക്കെതിരെ VM സുധീരനും കർശന നിലപാടെടുത്തു. റവന്യൂ മന്ത്രിയെ കൂടിക്കാഴ്ചയ്ക്കും സുധീരൻ വിളിപ്പിച്ചു. ഇതോടെ കടുത്ത സമ്മർദ്ദത്തിലായ അടൂർ പ്രകാശ് സുധീരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായും കൂടിയാലോചിച്ച് വാർത്താസമ്മേളനം വിളിച്ച് ഭേദഗതി പിൻവലിക്കുകയായിരുന്നു. ഭേദഗതി ഒഴിവാക്കുന്നത് സുധീരന് ക്രെഡിറ്റ് ആകരുതെന്ന ഗ്രൂപ്പ് താൽപര്യവും നേതാക്കൾക്കുണ്ടായിരുന്നുവെന്ന് അണിയറ സംസാരമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓക്കെ, നമ്മൾ ശ്രീ CR നീലകണ്ഠനിലേക്ക് തന്നെ പോകുന്നു. ശ്രീ CR നീലകണ്ഠൻ, കാർഷിക വില തകർച്ചയും അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും മൂലം അതീവ ഗുരുതരമായ അവസ്ഥയിൽ വളരെ കഷ്ടപ്പെടുന്ന മലയോര കർഷകരുടെ പ്രശ്നങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാതെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ, അതും കുടിയേറ്റക്കും കയ്യേറ്റത്തിനെയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും കാണാത്ത ഒരു നിലപാടുള്ള ഒരു സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ഇത് ഇന്നലെ നമ്മൾ പല ചാനലുകളിലും പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു. വളരെ ദുരൂഹമല്ല, വളരെ കൃത്യമായി ഭൂമാഫിയകളെ ലക്ഷ്യം വെച്ച് അവർക്ക് ഭൂമി കൊടുക്കാൻ, അവർ കയ്യേറിയ ഭൂമിക്ക് സാധൂകരണം നൽകാനുള്ള വളരെ കൃത്യമായ ഇടപെടലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായി ഏറ്റവും ഒടുവിൽ ഉണ്ടായ 2-3 സംഭവങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ അടുത്ത വരുന്ന 13-ാം തീയതി മൂന്നാറിൽ നിന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒഴിപ്പിച്ചു വിട്ട ആളുകൾ, അവരുടെ കേസ് സുപ്രീം കോടതി റിവ്യൂവിൽ വരിക. ആ റിവ്യൂ വരുമ്പോൾ ഈ ഒരൊറ്റ കടലാസ് മാത്രം മതി. എന്താ, കയ്യേറി 2005 മുമ്പ് കയ്യേറിയതാണ്. അപ്പൊ അന്ന് തന്നെ ഗവൺമെന്റ് 2006 നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2006 നോട്ടീസ് കൊടുക്കണമെങ്കിൽ 2005 മുമ്പ് ജൂൺ മുമ്പ് കയ്യേറിയ ആളാണ്. വളരെ ലളിതമാണ്. സർക്കാർ പറയും ഇതിങ്ങനെ ഒരു ഉത്തരവുണ്ട്. അപ്പൊ 2005 മുമ്പ് കയ്യേറിയ ആളുകൾക്ക് ആ ഭൂമിക്ക് അവകാശമുണ്ട് എന്ന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അവരൊക്കെ വിട്ടുപോകും. അത് മൂന്നാർ വുഡ്സ് ആയാലും അതുപോലെയുള്ള വൻപൻ ആളുകളായാലും അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് കൊണ്ടുവന്നത്. പാവപ്പെട്ട കർഷകൻ 1/1/77 എല്ലാവരും സമ്മതിച്ച ഒരു ഡേറ്റാണ്. അതുവരെ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് കൊടുക്കണം എന്നും അതിന് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. 1/1/93 സുപ്രീം കോടതി എംപവേർഡ് കമ്മിറ്റി അടക്കമുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അവർക്കൊന്നും ഭൂമി കൊടുക്കാതെ ഈ ആർക്ക് കൊടുക്കാനാണ്? ഇപ്പൊ നമുക്കറിയാം, രാജൻ മതേക്കർ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ നിവേദിത ബീഹാറിന്റെ റിപ്പോർട്ട് അടക്കം ആരാണ് കയ്യേറിയത്? മന്ത്രി ബന്ധുക്കൾ, ഒരു MP അടക്കം, ഭരണപക്ഷത്തെ MP അടക്കം കയ്യേറിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അവരെ വച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കളി കളിക്കുന്നത്. ഈ കളി നമുക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. തീർച്ചയായും. മാത്രമല്ല, പക്ഷേ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. 2013 ഡിസംബർ 24 മറ്റൊരു ഉത്തരവ് കൂടിയുണ്ട്. 7B എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്നൊരു ഉത്തരവ്. എന്ന് പറഞ്ഞാൽ ഏത് കയ്യേറ്റക്കാരനും 25 ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 4 ഏക്കർ ഭൂമി കൊടുക്കാം. കയ്യേറ്റക്കാരന് അങ്ങനെ കൊടുക്കുന്ന ഭൂമി ഒരു സംശയവുമില്ലാതെ അവർക്ക് പിറ്റേ ദിവസം വിൽക്കാം. കിട്ടിയ പിറ്റേ ദിവസം വിൽക്കാം. ആർക്കാ വിൽക്കാൻ പാടില്ലാത്തത്? 3 സെന്റ് കിട്ടിയവനും വിൽക്കാൻ പാടില്ല. ലാൻഡ്ലെസ്, 0 ലാൻഡ്ലെസ് പ്രോജക്റ്റിൽ 3 സെന്റ് കിട്ടുന്നവനൊഴിച്ച് ബാക്കി എല്ലാവർക്കും വിൽക്കാം. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിന്റെയൊക്കെ കച്ചവടം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കണേ. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാളെ പട്ടയം ഇങ്ങോട്ട് കിട്ടിയാൽ അതിന്റെ കച്ചവടം വരും. ഇപ്പോൾ മൂന്നാർ വുഡ്സിന്റെ ഒക്കെ ഇവർ പറയുന്നത് എനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു കർഷകന്റെയോ പാവപ്പെട്ട ഒരു നാട്ടുകാരന്റെ പേരിലായിരിക്കും പട്ടയം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യും? ഉടനെ അവരിത് മൂന്നാർ വുഡ്സിനോ ആർക്കെങ്കിലും വിൽക്കും. ആ കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഉറപ്പിച്ച കച്ചവടത്തിന് സാധൂകരണം നൽകുക മാത്രമാണ് ഇതുകൊണ്ട് ചെയ്തത്. എന്തായാലും ഉത്തരവ് പിൻവലിച്ച് നന്നായി. പക്ഷേ 2013 ഉത്തരവ് കൂടി പിൻവലിക്കാതെ ഇത് പൂർണ്ണമാകുമെന്ന് ഞാൻ കരുതുന്നു. തിരിച്ചു വരാം. ശ്രീ KK രാഗേഷ് MP നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശ്രീ രാഗേഷ്, ഒരുപക്ഷെ ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു നിയമ ഭേദഗതി അതീവ രഹസ്യമായി ഒരു സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിലെ ദുരൂഹത അത് തന്നെയല്ലേ ഇവിടെ വെളിവാകുന്നത്? മാത്രമല്ല, ഇത്തരമൊരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിന് എന്ത് നിയമ പ്രാബല്യമാണുള്ളത്? ശ്രീ രാഗേഷ്. ശ്രീ രാഗേഷിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതുന്നു. നമ്മോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുതിർന്ന നേതാവ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ചേരുന്നു. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്ത ഒരു വിഷയമാണിത്. അതായത് UDF സർക്കാരിനെതിരെ തന്നെ രൂക്ഷ വിമർശനവുമായി ഒരുപക്ഷെ താമരശ്ശേരി ബിഷപ്പ് വരെ മുന്നോട്ട് വന്നൊരു സാഹചര്യത്തിൽ, അതായത് കർഷക വിരുദ്ധമാണെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിരവധി വ്യവസ്ഥകൾ ഈ ഭേദഗതിയിൽ ഉണ്ടാവുന്നു, മാത്രമല്ല ദുരൂഹതകൾ നിലനിൽക്കുന്നു. ഇത്തരം നിലപാടുകളിൽ നിന്ന് ഇന്ന് പിന്നോട്ട് പോകേണ്ട നിർബന്ധിതമായ അവസ്ഥയിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നു. എങ്ങനെ കാണുന്നു? ഇത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. കേരളത്തിൽ അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എവിടെയും കാര്യമായ ചർച്ച നടത്താതെ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തുക എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള ചർച്ച നടത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക. പക്ഷെ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായ രീതിയിൽ ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ അകത്ത് തന്നെ പ്രശ്നം ഉയർന്നു വരികയുണ്ടായി. കേരളത്തിലെ പൊതുസമൂഹം പൂർണ്ണമായിട്ട് ശക്തിയായിട്ട് ഇതിന് എതിർക്കുകയുണ്ടായി. ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഇത് ഉദ്ദേശിച്ചത് എന്ന് അവർ പറഞ്ഞത്, അവരുദ്ദേശിച്ചത് പറഞ്ഞവർക്ക് വേണ്ടിയല്ല. അതാണ് അതിന് കൃത്യമായ അർത്ഥം. അവരിത് ഉദ്ദേശിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ പറയുന്ന റിസോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി ഭൂമാഫികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രക്രിയയാണ്.
ആ പ്രക്രിയയ്ക്ക് വേണ്ടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് ജനകീയ സമൂഹത്തിന്റെ അകത്ത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പാവപ്പെട്ടവർക്ക്, തൊഴിലാളികൾക്ക്, കൃഷിക്കാർക്ക്, അതുപോലെ തന്നെ മലയോര മേഖലയിലെ ഇടുക്കിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, എല്ലാ അതിഥികളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എങ്കിലും ഉടൻ തന്നെ എത്താം. നമുക്ക് ഇന്നുണ്ടായ ഒരു സംഭവ വികാസം, ഈ ഒരു തീരുമാനം റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇന്നലെ KPCC പ്രസിഡന്റ് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, ഉടൻ തന്നെ വന്ന് കാണണം, വിശദീകരിക്കണമെന്ന്. പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം കാര്യത്തിൽ തീരുമാനം എത്തിയതിനു ശേഷം കൂടിയാണ് ഇന്ന് അടൂർ പ്രകാശ് KPCC പ്രസിഡന്റിനെ കണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നമ്മളോട് പ്രതികരിക്കാൻ സാധിക്കും. ഒപ്പം ഇതിന് തൊട്ട് മുൻപായി ഉണ്ടായ ഒരു സംഭവ വികാസം കൂടെ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരും. താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹം മാർ റെമജിയോസ് ഇഞ്ചനാനിയേൽ അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞത് 1977 വരെ കുടിയേറ്റം നടത്തിയ കർഷകർക്കുള്ള പട്ടയം ഇതുവരെ വിതരണം ചെയ്യാത്ത ഒരു സർക്കാരാണെന്നും കഴിഞ്ഞ 5 വർഷത്തെ പട്ടയങ്ങൾ ധൃതി പിടിച്ച് വിതരണം ചെയ്യുന്നത് വഞ്ചനാപരമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. തീർച്ചയായിട്ടും വെറും പ്രഹസനമാണ് ഈ ഇന്നലെ സർക്കാർ നടത്തിയിട്ടുള്ള പ്രസ്താവന. ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നു 1977 വരെ കർഷകർക്ക് നൽകാം, പട്ടയം നൽകാമെന്നുള്ള വാഗ്ദാനം ആദ്യം പാലിക്കുക. എന്നിട്ടാകട്ടെ പുതിയൊരു പ്രസ്താവന. വഞ്ചനാപരമായിട്ടുള്ള നീക്കമല്ലേ സർക്കാർ നടത്തുന്നത്? ഞങ്ങൾ അതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. AKCCയുടെ പേരിൽ തന്നെ കർഷകനെ സംബന്ധിച്ചിടത്തോളം നീതി ലഭിക്കാതെ പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇന്ന് സ്വാഭാവികമായിട്ട് ഏത് കർഷകനോടും ചോദിക്കുക, അവന് വളരെ സന്തോഷമെന്ന് ഒരു കർഷകനെങ്കിലും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി. ആരും പറയുകയില്ല. ഈ 1971 ശേഷമുള്ള 34 വർഷങ്ങളിലെ കയ്യേറ്റങ്ങൾ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു സർക്കാർ നടത്താൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണം കോൺഗ്രസിന്റെ തന്നെ നേതാവായ TN പ്രതാപൻ MLA ആണ് ഉന്നയിച്ചിരുന്നത്. എന്തു പറയുന്നു ശ്രീ JR പത്മകുമാർ? താങ്കൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ്. അല്ല, ഇതില് വളരെ വ്യക്തമല്ലേ, ഇത് ഇന്നലെ ഈ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ സമർത്ഥമായിട്ട് സൈലന്റ് ആയിട്ട് 1/6/2015 ഓർഡർ ഇറക്കിയിട്ട് ഒരു മീഡിയയിൽ കൂടി ഒന്നും പുറത്തു വരാതെ ഇതങ്ങ് നടന്നു പോകണമെങ്കിൽ നടന്നു പോകട്ടെ എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ മീഡിയാസ് ജാഗരൂകരായിരുന്നുകൊണ്ട് ഇത് പുറത്തു കൊണ്ടുവന്നതിന് ശേസം അത് ഒരൊറ്റ നിമിഷം കൊണ്ട് അത് മാറ്റിയിരിക്കുന്നു. അതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇതിനകത്ത് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇത് പിൻവലിക്കാൻ പറ്റുമോ? ഇത് കുടിയേറ്റക്കാരുടെ പേരിൽ ഈ കയ്യേറ്റക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു. അത് നടക്കാതെ പോയി എന്നുള്ളൊരു സത്യമാണ്. മാത്രമല്ല, ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല. അടൂർ പ്രകാശ് ബഹുമാനായ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അവസാനം പറഞ്ഞൊരു വാക്ക് നമ്മൾ ആലോചിക്കണം. ഇനി പട്ടയമൊക്കെ നിങ്ങളെ എതിർത്തോട്ട് ചെന്ന് വാങ്ങിച്ചോളാൻ പറയുന്നതിന്റെ അർത്ഥം ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും അദ്ദേഹത്തിന്റെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം ചേരുന്നു. പ്രതിപക്ഷത്തിനൊപ്പം കോൺഗ്രസ് നേതാക്കളും കടുത്ത വിമർശനം ഉയർത്തിയതാണ് ഈ ഭൂപതിവ് ചട്ടത്തിലെ വിവാദ ഭേദഗതി റവന്യൂ വകുപ്പ് പിൻവലിക്കാൻ സാഹചര്യം ഉണ്ടായതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒപ്പം താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? ഉമ്മൻചാണ്ടിക്കൊപ്പമോ, TN പ്രതാപനൊപ്പമോ, VD സതീശനൊപ്പമോ, അതോ VM സുധീറിനൊപ്പമോ? അല്ല പ്രദീപ്, എന്റെ നിലപാട് കോൺഗ്രസിനോടൊപ്പമാണ്. പക്ഷേ ഈ പ്രദീപ് സൂചിപ്പിച്ചൊരു കാര്യം, ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നതും പിൻവലിച്ചതും അതിന്റെ എല്ലാം പിന്നിൽ ഒരു കർഷക താല്പര്യവും ജനതാല്പര്യവുമുണ്ട്. ഇത് കാലങ്ങളായുള്ള ഒരു ആവശ്യം. ആ ആവശ്യം നിരവധി പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഒരു വിവിധ ഘട്ടങ്ങൾ നടത്തിയ ആലോചനയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. പക്ഷെ ആ കൊണ്ടുവന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ വ്യാപകമായ നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ ഈ ഭേദഗതി നിയമം ദുരുപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത അതെല്ലാം ശ്രീ PS സലീം, ഇതെല്ലാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതുമാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KK രാഗേഷ് MP ചേരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് PS സലീം KPCC സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, കർഷക താല്പര്യവും ജനതാല്പര്യവും കൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടത്തിയതെന്നാണ്. നമുക്കറിയാം ഈ കാർഷിക വില തകർച്ച കൊണ്ട് മലയോര മേഖലകളിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു നിലപാടും ഒരു നടപടിയും എടുക്കാത്ത ഒരു സർക്കാരാണ് ധൃതി പിടിച്ച് രഹസ്യമായി ഇത്തരം ഒരു നീക്കം നടത്തിയതും അത് പരാജയപ്പെട്ടതും. എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ KK രാഗേഷ്? കേരളത്തിലെ വിവിധ കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, 1977 വരെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം നൽകണമെന്നാണ്. നാളിതുവരെ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആരാണ് ശ്രീ ഉമ്മൻചാണ്ടിയോട്
4 വരെയുള്ള ആളുകൾ 2005 വരെയുള്ളവർക്ക് പട്ടയം നൽകണമെന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ടോ? ഏതെങ്കിലും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടോ? ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആവശ്യം 1977 വരെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം നൽകണമെന്നാണ്. അത് നടപ്പിലാക്കാൻ യാതൊരു ശുഷ്കാന്തിയും കാണിക്കാതെ ഇപ്പോ അതീവ രഹസ്യമായി നിയമസഭയിൽ പറയാതെ, പത്രസമ്മേളനം നടത്തി ഒരു വാചകം പറയാതെ ഇത്തരമൊരു ഭേദഗതി നീക്കം നടത്തിയതിന്റെ പിന്നിൽ എന്താണ്? അത് വളരെ കൃത്യമാണ്. കേരളത്തിലെ ഭൂമാഫിയയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ അച്ചാരം പറ്റുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പൊ പല വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അർദ്ധരാത്രി തെങ്ങിന്റെ മണ്ടയിൽ കയറിയതിന് ശേഷം നാട്ടുകാർ പിടിച്ചപ്പോ അത് തേങ്ങ മോഷ്ടിക്കാനല്ല താളി പറിക്കാനാണ് എന്ന് പറയുന്ന ഒരു വാദമുണ്ടല്ലോ. അത്തരമൊരു വാദമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും ഒക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിഭീകരമായിട്ടുള്ള ഒരു അഴിമതിക്ക്, തട്ടിപ്പിന് കളമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് എന്നത് വളരെ വ്യക്തമല്ലേ? ഇവിടെ കേരളത്തിലെ കർഷകരാരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഭൂവിനിയോഗ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവശേഷിക്കുന്ന മിച്ചഭൂമി എല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് ഭൂമി ലഭിക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അവശേഷിക്കുന്ന മിച്ചഭൂമി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തിയിരുന്നു. ആ നീക്കത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടത്തുന്നത്. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ ഭൂപരിധി നിയമത്തിൽ മാറ്റം വരുത്തി. 15 ഏക്കർ ഭൂമി മാത്രമാണ് പരമാവധി കൈവശം വെക്കാൻ വേണ്ടി കഴിയുക. എന്നാൽ അങ്ങനെയുള്ള ഭൂമിയുടെ 5% മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, ടൂറിസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുവഴി 1,00,000 ഏക്കറോളം വരുന്ന ഭൂമി ഭൂമാഫിയകൾക്ക് തോന്നിയതുപോലെ വിനിയോഗിക്കാൻ വേണ്ടി അവസരം നൽകി ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അതാണ്. അതിനുശേഷം ചെയ്തത് തോട്ടം ഭൂമിയിൽ കശുവണ്ടി നട്ടുപിടിപ്പിച്ചാൽ അത് തോട്ടം ഭൂമിയായിട്ട് അംഗീകരിക്കുക. അങ്ങനെ 1 ഹെക്ടർ ഭൂമിയിൽ ഒരു 150 കശുവണ്ടി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തോട്ടം ഭൂമിയാക്കുക. അങ്ങനെ വൻതോതിൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഭൂമാഫിയകൾക്ക് ഇങ്ങനെ കുറുക്ക് വഴിയിലൂടെ അത്തരത്തിൽ കൈവശം വെച്ച ഭൂമിക്ക് നിയമസാധുത ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉൾപ്പെടെ നടത്തി. ശ്രീ രാജേഷിലേക്ക് ഉടൻ തിരിച്ചു വരാം. ഒരു പക്ഷേ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതൊന്ന് കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചർച്ചയ്ക്കിടയിൽ ഒന്ന് ഇടപെടേണ്ടി വന്നിരുന്നു. അതായത് ഇതിന്റെ ഒരു രാഷ്ട്രീയം കൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നുള്ള ഒരു സംഘടന മലയോര കർഷകർക്ക് വേണ്ടിയുള്ള ഉയർന്നു വരുന്നു. KM മാണിയെ ഒന്ന് ഒതുക്കി തീർക്കാൻ ഒരു തരം രാഷ്ട്രീയ നാടകമായിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കില്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് കർഷക പ്രേമം എന്ന് പറയുന്നത് തീരെ ലെവലേശില്ല. ഞങ്ങൾ 2013 വലിയൊരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിലുടനീളം. കർഷക തൊഴിലാളി, കർഷക സംഘം, AKS, PKS തുടങ്ങിയിട്ട് സംഘടനകളെല്ലാം ചേർന്നു. എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒത്തുതീർപ്പുണ്ടാക്കി. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാവപ്പെട്ട മനുഷ്യർക്ക് അവർ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ പട്ടയം കൊടുക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഒരു കരാറടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതേവരെ ഒരൊറ്റയാൾക്കും പട്ടയം കൊടുത്തിട്ടില്ല. 1977 വരെയുള്ളവർക്ക് കൈവശം വെച്ചിട്ടുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുമെന്ന് വളരെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരാവശ്യപ്പെടുക മാത്രമല്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊടുക്കാം. അവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. 2008 വരെ നികത്തിയിട്ടുള്ള ഭൂമി മുഴുവൻ ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് പുതിയ ഈ നെൽവയൽ സംരക്ഷണ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നികത്തിയ ഭൂമിക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതല്ല, അത് കൃഷിഭൂമിയാക്കിയിട്ട് പരിവർത്തനം ചെയ്യാൻ വേണ്ടത് എന്നാണ് നിയമം. പക്ഷേ 2008 വരെ നികത്തിയിട്ടുള്ള മുഴുവൻ കൃഷിയിടങ്ങളും എന്ന് പറഞ്ഞാൽ വയലുകളും അത് കരയായിട്ട് പറമ്പായിട്ട് മാറ്റാം എന്നിപ്പോഴും തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 2005 വരെയുള്ള കുടിയേറ്റക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യന്മാർക്ക് എന്ന് പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഭൂമാഫികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വളരെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ആ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കേരളം മുഴുവൻ ശക്തിയായിട്ട് തീർത്തു. അതുപോലെ തന്നെ ഭരണകക്ഷിക്ക് അകത്തും പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇപ്പോൾ തൽക്കാലം മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തൽക്കാലം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു ഈ അജണ്ട എന്ന ഒരു തെറ്റിദ്ധാരണ വേണ്ട കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ സംബന്ധിച്ച്. അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറ്റാവുന്ന സമയത്തൊക്കെ, ഇത് മുമ്പ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ 2008 വരെയുള്ളത് നികത്തിയത് അംഗീകരിക്കുന്നു എന്നുള്ളത് മുമ്പേ പറഞ്ഞാണ്.
അന്ന് ശക്തിയായിട്ട് എതിർത്തപ്പോൾ അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചാണ്. ഒരുപക്ഷെ BRM ഷഫീർ ഇതുവരെ ചർച്ചയിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതായത് നിയമസഭ കൂടിയിട്ട് അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഷ്ടിച്ചാവുന്നേ ഉള്ളൂ. സഭയിൽ, അതായത് നിയമനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ നിയമസഭ, താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടല്ലോ, അവിടെ പോലും അറിയിക്കാതെ, സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും അവിടെ അനുമതി തേടാതെ ഇത്തരം ഒരു ധൃതി പിടിച്ച് രഹസ്യമായൊരു നീക്കം, അതെല്ലാം ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് യോജിച്ചതാണോ? പ്രതിപക്ഷ ഇന്നലത്തെ ചർച്ച കേരളത്തിലെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് സമർപ്പിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്. KPC പ്രസിഡന്റ് നട്ടലുണ്ടെങ്കിൽ ഈ തീരുമാനം തിരുത്തി കാണിക്കട്ടെ എന്ന്. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ബഹുമാനപ്പെട്ട CPM നേതാക്കന്മാരും BJP നേതാവും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം ഉന്നയിച്ചതുപോലെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റുകാരന് വേണ്ടിയോ ഏതെങ്കിലും ഭൂമി മാഫിയയ്ക്ക് വേണ്ടിയോ എടുത്തൊരു തീരുമാനമല്ല. ഞങ്ങൾ എന്റെ വ്യക്തമായ കണക്കുണ്ട്. 4 കൊല്ലം കൊണ്ട് ഏകദേശം 1,24,829 പട്ടയങ്ങൾ ചരിത്രത്തിലാദ്യമായി വിതരണം ചെയ്ത സർക്കാരാണ് കോൺഗ്രസ്. പട്ടയം മാത്രമേ ഉള്ളൂ, പട്ടയം വിതരണം ചെയ്തു. ഭൂമിയില്ല. ഞാൻ പറയട്ടെ, ഒരുപാട് പരാതികൾ നിലനിൽക്കുകയാണ്. പട്ടയം കിട്ടിയാലേ ഭൂമിയുടെ വിഷയം വരുന്നത്. 1,24,829 പട്ടയങ്ങൾ കൊടുത്ത ഒരു ഗവൺമെന്റ് അത് 2 ലക്ഷം പേരിലേക്ക് അത് വ്യാപിപ്പിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടി എടുത്തൊരു തീരുമാനത്തെ ഇതുപോലെ വളരെയധികം വിമർശനങ്ങൾ വന്നപ്പോ പ്രിയപ്പെട്ട ജനപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട KPC ഈ സർക്കാർ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ എന്ത് നടപടിയാണ് പിന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതാണല്ലോ സഭയിൽ വെച്ചില്ല എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ഭേദഗതി വേണമെങ്കിൽ മാത്രം നിയമസഭയിൽ വെച്ചാൽ മതി. ഒരു ചട്ടത്തെ കമ്മിറ്റിക്ക് വിടണം. നിയമത്തിന്റെ ഭേദഗതി ഞാൻ ഇപ്പോഴും പറയാം, നിയമത്തെ ആധികാരികമായി നോക്കിക്കൊണ്ട് പറയാണ്, നിയമത്തിനെ ഭേദഗതി ചെയ്യണമെങ്കിൽ നിയമസഭയ്ക്ക് വയ്ക്കണം. ഒരു ചട്ടത്തിന് ഭേദഗതി ചെയ്യാൻ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ല. സബ്ജക്ട് കമ്മിറ്റിയുടെ അനുമതി വാങ്ങണം. ഒഴിവാക്കാൻ നിയമസഭയിൽ വെച്ചില്ല എന്നുള്ള കാര്യം ഒരു വിഷയമല്ല. പക്ഷേ ഇതിനകത്ത് ഉയർന്നിരിക്കുന്ന ചില വിമർശനങ്ങളെ നന്നായി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ KPC പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കന്മാരും വ്യാപകമായി ഉയർന്നു വന്ന വിമർശനങ്ങളെ തുടർന്ന് ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും ആവശ്യപ്പെട്ടത് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വളരെ സതുദ്ദേശം. അതിന്റെ ക്രെഡിറ്റ് KPCC പ്രസിഡന്റ് കൊടുക്കണം അല്ലേ? ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് മാത്രമല്ല, ഈ തീരുമാനം പാർട്ടിക്കും സർക്കാരിനും ഒറ്റക്കെട്ടായിട്ട് എടുത്തുള്ള തീരുമാനമാണ്. ശ്രീ പത്മകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 3 സെന്റ് ഭൂമിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ലക്ഷങ്ങളുണ്ട്. അവർക്ക് ഗുണകരമായ ഒരു തീരുമാനം എടുക്കണ്ടേ? ഭൂരഹിത കേരളം അനുസരിച്ച് 2 സെന്റോ 3 സെന്റോ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 25 വർഷത്തേക്ക് ഭൂമി വിൽക്കാൻ പാടില്ല. 4 ഏക്കർ കിട്ടുന്നതിന് പിറ്റന്ന് വിൽക്കാം. അപ്പൊ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ആണോ? ഈ റിസോർട്ട് മുതലാളിമാരുടെ അവകാശങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനാണോ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്? അതാണ് ജനങ്ങൾക്കുള്ള സംശയം. പത്മകുമാറായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ പാർലമെന്റിൽ നരേന്ദ്രമോദി 2013 ഭൂമി ഏറ്റെടുക്കൽ ബില്ലിലെ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അതായത് ശ്രീ CR നീലകണ്ഠൻ കൂടെ, അതായത് ഉമ്മൻചാണ്ടി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിനകത്ത്. തലമുറകളായി കൈവശം ഭൂമി വെച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന്. അത് 2005 എങ്ങനെയാണ് ഇതിന്റെ നിലപാട് പറയാം. 2005 ഒരു പക്ഷേ ശ്രീ CR നീലകണ്ഠൻ ഒന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹം കൂടി നമ്മുടെ പാനലിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ഇത്തരത്തിലൊരു ന്യായീകരണം ഈ അന്യായത്തിന് വേണ്ടി പറയുമ്പോൾ എത്രമാത്രം അത് വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കും? ഒരൊറ്റ മനുഷ്യനും അത് വിശ്വസിക്കില്ല. അത് പറയുന്ന അടൂർ പ്രകാശിനും അറിയാം അത് വിശ്വസനീയമല്ല എന്ന്. അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിയമപരമായി ചർച്ച ചെയ്യണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നിയമ ഭേദഗതിയല്ല. അദ്ദേഹം പറഞ്ഞു വളരെ സാങ്കേതികത്വത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കോടതിയിൽ പോയാൽ കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ടും അതിന്റെ റൂളാണ് ഭേദഗതി ചെയ്തത്. റൂള് ആക്ടിന് കീഴിലാണ്. ഒരു ആക്ടിനെ വയലേറ്റ് ചെയ്യുന്ന റൂൾ ഉണ്ടാക്കിയാൽ ആ റൂൾ നിലനിൽക്കില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. റൂൾ 7 ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമി ലാൻഡ് അസൈൻ ചെയ്യേണ്ടത് ആർക്കാണെന്ന്. അത് 1, 2, 3 എന്ന് വായിക്കാം. അതിൽ 4ാമത്തെ 5ാമത്തെ വരുന്ന ആളുകളാ കയ്യേറ്റക്കാര്. 1ാമത്തെ ആൾ 25% പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. ഇതിലതുണ്ടോ ഉത്തരവിൽ? ഈ 4 ഏക്കർ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് പിറ്റേ ദിവസം വിൽക്കാന്ന് പറയുമ്പോൾ പട്ടികജാതി അല്ലെങ്കിൽ 2ാമത് വരുന്ന വിമുക്ത പഠന
ഇപ്പോ ഗോവിന്ദമാഷ് അവിടെ ഇരിക്കുന്നുണ്ട്. പണ്ട് VS അച്യുതാനന്ദൻ ഒരു കത്ത് കൊടുത്തു എന്നിട്ട് VSന്റെ ഭൂമിദാനം വലിയ വിവാദമാക്കി. നമ്മൾ ഓർക്കണം, വിമുക്ത പഠന അവകാശപ്പെട്ട ഭൂമിക്ക് അന്ന് സഖാവ് VS ഇയാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തില്ല. അത് എന്തൊരു വിവാദമാക്കിയ ആളുകൾ, ഒരവകാശമില്ലാത്ത ആളുകൾക്ക് 4 ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കാൻ ഇപ്പൊ ഉത്തരവിട്ടിട്ട് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. യഥാർത്ഥത്തിൽ എത്ര കേസ് ഇദ്ദേഹത്തിനെതിരെ എടുക്കണം ഇപ്പോ? കാരണം മാത്രമല്ല, ലാൻഡ് കൺസർവൻസി ആക്ട് ഉണ്ട് 1972 ആഗസ്റ്റ് 1 ശേഷം 1 ഇഞ്ച് ഭൂമി പോലും പൊതുഭൂമി കൊടുക്കാൻ പാടില്ല. കൊടുക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ആ പ്രൊസീജിയർ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് വന്നിട്ടുള്ളത്. കാരണം ആ നിയമം പോയി, 7 പോയി. ഇപ്പൊ ഒരു പുതിയ വകുപ്പ് ആഡ് ചെയ്തു 7B, കയ്യേറിയവന് കൊടുക്കാന്ന. കയ്യേറിയവന് കൊടുക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രാജൻ മതേക്കർ റിപ്പോർട്ട് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. ആരൊക്കെ കയ്യേറിയുന്ന അതിന്റെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ തിരക്കേടില്ല. അതിൽ മന്ത്രി ബന്ധുക്കളുണ്ട്, ഒരു MP ഉണ്ട്, ഇപ്പോഴത്തെ ഒരു ഭരണകക്ഷി MP ഉണ്ട്. ഞാൻ ചലഞ്ച് ചെയ്തു. അതിനുശേഷം ഇവരുടെ പേരൊക്കെ അതിലുണ്ട്. നിവേദിത പീഹാരന്റെ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കയ്യേറ്റക്കാരുടെ. ഈ കയ്യേറ്റക്കാരൊക്കെ നാളെ പോയിട്ട് ഞങ്ങളിത് ആ റിപ്പോർട്ട് മാത്രം മതി അവർക്ക് ഭൂമിക്ക് പട്ടയം കിട്ടാൻ. നമ്മുടെ പാനലിൽ എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഭാഗത്ത് KK രാഗേഷ് MP ഡൽഹിയിലുണ്ട്. ശ്രീ രാഗേഷ്, ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഈ കുടിയേറ്റവും കയ്യേറ്റവും തമ്മിൽ ബന്ധിപ്പിച്ച് അതിനെ ന്യായീകരിക്കുന്നതിനൊപ്പം തന്നെ ഈ ഹരിത MLA-മാർ എന്ന് പറയപ്പെടുന്ന MLA-മാരുണ്ട് നമ്മുടെ ഈ ഭരണകക്ഷിയിൽ തന്നെ. ഇന്ന് VD സതീശനും TN പ്രതാപനും ഒക്കെ വളരെയധികം വാചാലരായി. ഇന്നലെ ഈ തീരുമാനമുണ്ടായപ്പോൾ ചർച്ച ചെയ്യാൻ നമ്മൾ ചാനലും കുറച്ച് ചുരുക്കം ചില ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം KPCC പ്രസിഡന്റ് VM സുധീരനെ ഇതിന്റെ ക്രെഡിറ്റ് നൽകണോ വേണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടി. എങ്ങനെ കാണുന്നു? വാസ്തവത്തിൽ ഇതൊക്കെ കാപട്യമല്ലേ? ഭൂമാഫിയകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന സമീപനം പൊതുവിൽ കോൺഗ്രസും UDF ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അധികാരത്തിൽ വന്നതിന് ശേഷം അവര് ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുള്ള ഏത് സമീപനം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ ഇപ്പൊ നെൽവയൽ സംരക്ഷണ നിയമം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അതിന് അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിൽ 2005 വരെ നികത്തിയിട്ടുള്ള നെൽവയലുകൾ കരഭൂമിയായിട്ട് അംഗീകരിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഏതെങ്കിലും KPCC പ്രസിഡന്റ് അതിനെതിരായിട്ടെന്നോ പറഞ്ഞു? അതുപോലെ തന്നെ കശുമാവ് നട്ടുപിടിപ്പിച്ചാൽ അത് തോട്ടം ഭൂമിയെ അംഗീകരിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഏതെങ്കിലും KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞോ? യഥാർത്ഥത്തിൽ ഒരു കാപട്യമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. വളരെ കൃത്യമായി ഇപ്പൊ അഴിമതി എത്രമാത്രം അഴിമതിയാണ് UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്നത്. ആ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തന്നെയല്ലേ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ആരെങ്കിലും എന്തോ പറയുന്നുണ്ടോ? ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ റോളും ഭരണകക്ഷിയിലുള്ള ചിലർ കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു തരം കാപട്യപരമായിട്ടുള്ള സമീപനമാണ് ഇത്തരത്തിലുള്ളവർ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ആ ഒരു കാര്യത്തിൽ പ്രബുദ്ധ കേരളം പ്രതികരിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. KPCC പ്രസിഡന്റിന്റെ ആദർശം താങ്കൾ പറഞ്ഞു വരുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കാം. ഒപ്പം അഡ്വക്കേറ്റ് PA സലീം KPCC സെക്രട്ടറി ഉണ്ട്. താങ്കൾ ഈ ചർച്ചയിൽ ഉടനീളം ഉള്ള ആളാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി, കാണിക്കുകയുണ്ടായി. എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ബിഷപ്പുമാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ അവരുടെ മേഖലയിൽ നിന്നുകൊണ്ട് തീർച്ചയായും ചില അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങളുടെ എല്ലാത്തിനും നമ്മൾ തിരിച്ച് പ്രതികരിക്കണമെന്നോ അവർ പറയുന്ന രീതിയിൽ ഒരു ഗവൺമെന്റ് തീരുമാനം എടുക്കണമെന്നോ ഒന്നും അവർക്ക് പോലും നിർബന്ധം ഉണ്ടാവില്ല. അപ്പൊ അതിന് പ്രദീപ് ഒരു വല്ലാത്ത ഒരു പ്രാധാന്യം ഈ അവർ നടത്തുന്ന ഒരു വൈകാരിക പ്രതികരണങ്ങൾക്ക് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഇടുക്കി DCC പ്രസിഡന്റിന്റെ പ്രതികരണത്തെ കുറിച്ച് എന്ത് പറയുന്നു? അതാണ് ഇടുക്കി DCC പ്രസിഡന്റ് പ്രതികരണം, ഇടുക്കിയിലെ മതമേലധ്യക്ഷന്മാരുടെ പ്രതികരണം, ഇടുക്കിയിലെ കർഷകരുടെ MLA പ്രതികരണം, VD സതീശൻ MLA പ്രതികരണം. ഇതിലെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട്. പറഞ്ഞോളൂ. VD സതീശൻ MLA പ്രതികരണമോ TN പ്രതാപന്റെ പ്രതികരണമോ പറഞ്ഞാൽ അത് കോൺഗ്രസിലെ വ്യത്യസ്ത അഭിപ്രായമായിട്ടൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊതുവായ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള വേദിയായിട്ട് എന്നും കോൺഗ്രസ് അത്തരം പ്രതികരണങ്ങൾ കാണുന്നുമുണ്ട്. തീർച്ചയായിട്ടും ആ പ്രതികരണങ്ങളും ഈ തീരുമാനങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഞങ്ങൾ മറച്ചു വെക്കുന്നില്ലല്ലോ. കോൺഗ്രസിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശാലമായ ചർച്ചകൾ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിൽ നടക്കുന്നുണ്ട്.
ആ ചർച്ചകൾ തീർച്ചയായിട്ടും അത് സമന്വയിപ്പിച്ചുകൊണ്ട് താങ്കൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താങ്കളുടെ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെ നല്ലൊരു ലോബിംഗ് നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുമതി പോലും ഇല്ലാതെ പറയൂ. ലോബിംഗ് അല്ല, അത് ഒരു ഡെമോക്രാറ്റിക് ഡിസ്കഷൻസിന്റെ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. ഹൈക്കമാൻഡ് എന്നുള്ള വാക്ക്, ഇംഗ്ലീഷ് വാക്ക് എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്കറിയാം. ഹൈക്കമാൻഡിന്റെ അനുമതി ഇല്ലാതെ ഇവിടെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമോ കോൺഗ്രസ്സുകാർ? ഹൈക്കമാൻഡ് എന്നുള്ള വാക്കെന്ന് പറയുന്നത് ഏത് പാർട്ടിക്കും ഒരു ഹൈറാർക്കി ഇല്ലേ? CPM-ന് പോളിറ്റ് ബ്യൂറോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. CPM-ന് പോളിറ്റ് ബ്യൂറോ. ഒരു KPCC പ്രസിഡന്റിനോട് ഒന്ന് ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ പാർട്ടിയിലെ ജില്ല നേരിട്ട് ബാധിക്കുന്ന മലയോര കർഷകരുടെ പ്രതിനിധികളെയെങ്കിലും ഒന്ന് അറിയിക്കാതെ ഇത്തരത്തിലുള്ള രഹസ്യമായ നടപടികൾ പ്രബുദ്ധ കേരളം സ്വീകരിക്കുമ്പോൾ അതിന് നല്ല തിരിച്ചടി ലഭിക്കില്ലേ? പ്രദീപ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ പറയുന്ന കാര്യം എല്ലാ കാര്യങ്ങളും ഒരു ഡേ ടു ഡേ ഡിസ്കഷൻസ് ഒന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നില്ല. അതൊരു AKG സെന്ററും സെക്രട്ടേറിയറ്റും തമ്മിലുള്ള ഒരു അടുപ്പം അതല്ല. ഇന്ദിരാഭവനും സെക്രട്ടേറിയറ്റും തമ്മിൽ ഒരുപാട് അകലങ്ങളുണ്ട്. അല്ല സലീം, ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് K മുരളീധരൻ പറഞ്ഞ എന്താ, നമ്മുടെ ലൈസൺ മീറ്റിംഗ് വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. സലീം പറയുന്നു ആഗ്രഹിക്കുന്നില്ല, അത് മുരളീധരൻ പറയുന്നു വിളിക്കുന്നില്ല. 3 മാസമായി അതാണ് ഇങ്ങനെ. അല്ലെ, മുരളീധരൻ അങ്ങനെ ഒരു അഭിപ്രായം സറ്റേറിക്കലായി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പാർട്ടി ചർച്ചയില്ലാതെ ഞങ്ങളുടെ പാർട്ടി കൃത്യമായി നടക്കുന്നുണ്ട്. അതിന്റെ ഇടവേളകൾ സംബന്ധിച്ചുള്ള ചില കമന്റ്സുകൾ ഉണ്ടാവുമായിരിക്കും. അല്ല ശ്രീ അഡ്വക്കേറ്റ് PA സലീം, നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാന കാരണം നിരന്തരമായിട്ടുള്ള ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചെവിയും മനസ്സും മടുത്തു. അതുകൊണ്ടാണ് വളരെ നിരന്തരമായി പ്രദീപ് കേൾക്കുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. അതൊരു പ്രചരണത്തിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വാദഗതിയാണ്. ഇവിടെ ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡിനൻസ് ഉണ്ടായിരുന്നു. ആ ഓർഡിനൻസിനെ കുറിച്ച് സൊസൈറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അത് തീർച്ചയായും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കേരളത്തിലെ ഒരു ഗവൺമെന്റുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, റവന്യൂ മന്ത്രിക്കുണ്ട്. അത് കൃത്യമായ ഒരു ദിശയിലേക്ക് കൊണ്ടുവരാൻ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ നിർണായകമായ ഒരുപക്ഷെ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതേപ്പറ്റി അക്കമിട്ട് പറയാൻ സാധിക്കും. KPCC പ്രസിഡന്റ് എന്റെ നിലപാടുകൾ പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് പറയുന്ന കാര്യമാണെങ്കിൽ അത് നടപ്പാക്കരുത് എന്നുള്ള കണിശമായ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നു. ഇതൊരു തരം ഞാനിമേൽക്കലിയും അല്ലെങ്കിൽ ഒരു എന്താ പറയാ അധികാര രാഷ്ട്രീയത്തിന്റെ വല്ലാത്ത വിഴുപ്പ് ചുമക്കലുമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എന്തിനാണ് KPCC പ്രസിഡന്റ് അറിയാതെ ഇങ്ങനെ നടത്തുന്നത്? അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് എന്തിനാണ് പരസ്യമായി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് ഇത് പിൻവലിക്കാമായിരുന്നല്ലോ? അല്ല, ഇതിപ്പോ എന്താ സംഭവം വെച്ചാല് UDFന്റെ പൊതുവായ മുഖമാണ് നമ്മൾ കാണുന്നത്. ആ UDFന് 2 മുഖമുണ്ട് എന്നും, ഒന്ന് ശരിയായ മുഖവും മറ്റൊന്ന് തെറ്റായ മുഖവും എന്ന് വരുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമില്ല. ഇവിടെ നിർണായകമായ എല്ലാ സന്ദർഭത്തിലും ഇപ്പോ VM സുധീരൻ പറയുന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നില്ല, മുമ്പൊന്നും ഉറച്ചു നിൽക്കാറില്ല. ഇപ്പോ ബാർ കേസിന്റെ പ്രശ്നം വന്നപ്പോ അന്നേരം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുഴുവൻ അഴിമതിയാണെന്ന്. ഈ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ അഴിമതിയുടെ ഭാഗമായിട്ട് മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ നിർണായക ഘട്ടം വരുമ്പോൾ അതൊക്കെ UDFന്റെ ഇവിടുത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം ആലോചിച്ചിട്ടാണ്, തീരുമാനിച്ചിട്ടാണ്, ചർച്ച ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ് തടി ഒഴിവാകുക എന്നുള്ളതാണ് ഇവരെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. നിർണായകമായ സന്ദർഭങ്ങളിൽ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നം വന്നപ്പോൾ അതേപോലെ തന്നെ ജനവിരുദ്ധമായ നിലപാടുകൾ, പ്രകൃതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ, ഇപ്പോഴേറ്റവും അവസാനമായിട്ട് ഭൂമാഫികൾക്ക് വേണ്ടി എടുത്ത നിലപാടുകൾ, ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം UDFന്റെ മുഖമുദ്രയാണ്. അവർ ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ട് നമ്മുടെ സ്വത്ത് വിറ്റ് തുലക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വമ്പിച്ച രീതിയിൽ അഴിമതി നടത്തുകയാണ്. ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ 2005 മുതൽ ഇങ്ങോട്ടുള്ളവർക്ക് ഭൂമി ആർക്കെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതിന്റെ ഭാഗമായിട്ട് കയ്യേറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കാനുള്ളതല്ല. അവരാഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിലുള്ള ഒരു അഴിമതിയാണ് ശക്തമത്തായ രീതിയിൽ ഈ കേരളത്തിൽ നടത്താൻ അവർ ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ തന്നെ ശ്രമിച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ തൽക്കാലത്തേക്ക്, ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാണ്, തൽക്കാലത്തേക്ക് പിൻവലിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി തുടർന്ന് മുമ്പോട്ടേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകുന്നുണ്ട്. ശ്രീ CR നീലകണ്ഠനെ പ്രതികരിക്കാം ഇടവേളയ്ക്ക് ശേഷം. അതായത് ഈ മലയോര പ്രദേശത്തെ 2005 വരെ പാട്ടമായോ അല്ലെങ്കിൽ പാട്ട കാലാവധി കഴിഞ്ഞതോ ആയ സ്ഥലം കൈവശമുള്ളവർക്ക് പട്ടയം നൽകാനായി
ഭൂമി പതിവ് ചട്ടത്തിലെ വ്യവസ്ഥ അതാണ് പറയുന്നത്. ആ വ്യവസ്ഥ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനമാണ് എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചിരിക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷൻ സാമാന്യ ജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ പറയാതെ അതോടൊപ്പം തന്നെ 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് 1971 ശേഷമുള്ള ഒരു കുടിയേറ്റത്തെയും കുടിയേറ്റമായി കാണാൻ സാധിക്കില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും പറഞ്ഞിട്ടുള്ളതുമാണ്. അതേക്കുറിച്ച് താങ്കൾക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഒരു മിനിറ്റ്. ശ്രീ CR നീലകണ്ഠൻ, നമ്മൾ ചർച്ച തുടരുകയാണ്. താങ്കൾക്ക് നേരത്തെ തന്നെ ഞാൻ ചോദിക്കാൻ കാരണം നമ്മുടെ ടൈം ലാഗ് ഒഴിവാക്കാനായിരുന്നു. പാട്ടമായോ പാട്ട കാലാവധി കഴിഞ്ഞതോ ആയ സ്ഥലം കൈവശമുള്ളവർക്ക് പട്ടയം നൽകാനായുള്ള ഭൂമി പതിവ് ചട്ടത്തിലെ വ്യവസ്ഥ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. വ്യാപകമായി എതിർപ്പും ഉണ്ടായിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം, വൻകിട കയ്യേറ്റക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ചും CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, റിസോർട്ട് മാഫിയ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ സഹായിക്കാനുള്ള ഒരു ഗൂഢനീക്കമായിട്ടാണ് ഇതിനെ CPIM വിലയിരുത്തിയിരുന്നത്. എങ്ങനെ കാണുന്നു? ഇത് ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. ഇത് പാവപ്പെട്ട കർഷകന് കൊടുക്കാനല്ല. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ 1/1/77 വരെയുള്ളവർക്ക് ഭൂമി കൊടുക്കുന്നതിന് ആരും എതിരായിരുന്നില്ല. ഹൈ റേഞ്ചിൽ അങ്ങനെ കൊടുക്കേണ്ട പട്ടയങ്ങൾ 1,00,000 ശിഷ്ടം പട്ടയങ്ങൾ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഭൂമി കണ്ടെത്തിയിരുന്നു. അത് സുപ്രീം കോടതി അത് വനഭൂമിയാണെങ്കിൽ പോലും അതിന് അംഗീകാരം കൊടുത്തിരുന്നു. ആരും അതിനെ എതിർത്തില്ല. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. അവർക്ക് പട്ടയം കൊടുത്തിട്ടില്ല. ഇപ്പൊ എന്താ സംഭവിക്കുക? അതിന്റെ ഫലമായി പാവപ്പെട്ടവന് പട്ടയം കിട്ടേണ്ട പട്ടയം കിട്ടാതാവും. കാരണം ഇപ്പൊ ഏതോ ഒരു പട്ടയമേള അടുത്ത് 22-ാം തീയതി നടത്തണമെന്നൊക്കെ ഇടുക്കി DCC പ്രസിഡന്റ് പറഞ്ഞു. ആയിക്കോട്ടെ, നല്ല കാര്യം, ജനങ്ങൾക്ക് പട്ടയം കിട്ടുന്നത്. പക്ഷേ ഈ ഉത്തരവ് നിന്നുകൊണ്ടാണ് പട്ടയമേളയ്ക്ക് പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, പട്ടയമേള നടക്കില്ല. ഇനി അഥവാ നടന്നാലും നേരത്തെ പറഞ്ഞല്ലോ, പട്ടയം കടലാസ് കിട്ടും, പക്ഷെ ഭൂമി കിട്ടില്ല. കാരണം കീറക്കടലാസിന്റെ വില മാത്രമേ പട്ടയത്തിന് കാണൂ. ഇപ്പൊ പലരുടെയിൽ ഇരിക്കുന്ന പട്ടയങ്ങൾക്ക് കീറക്കടലാസിന്റെ വില പോലും ഇല്ല. കാരണം അങ്ങനെയാണ്. കാരണം കിട്ടിയ ഭൂമി മനുഷ്യന് വാസയോഗ്യ പോയില്ല. ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ 8,900 അപ്ലിക്കൻസ് ഈ സീറോ ലാൻഡ്ലെസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അവർക്ക് ഭൂമി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടേയില്ല. അവർക്ക് ഭൂമി കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ കയ്യേറ്റക്കാർ, ഞാൻ കൃത്യമായി തന്നെ പറയുന്നു. ഇനി അതിന് രണ്ടാമത്തെ ഒരു പ്രതിസന്ധിയുണ്ട്. 1977 വരെ ഉള്ള കുടിയേറ്റത്തിന് അംഗീകാരം കിട്ടാൻ നമുക്ക് 93 വരെ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. 2007 ആദ്യത്തെ പട്ടയം കൊടുക്കുന്നത് അതിന്റെ പേരിൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അതുവരെ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ 30 വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ പട്ടയം. ആ പട്ടയം ഇപ്പോഴും കൊടുത്തു തീർന്നിട്ടില്ല. ഇനി അത് 2005 ആക്കി നോക്കിയാൽ വീണ്ടും ഒരു 30 വർഷം കഴിഞ്ഞിട്ട് ഇനി ഒരു ഒറ്റ പട്ടയം കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കാർക്കും 77 കുടിയേറിയ ആളുകൾക്ക് എന്തായാലും അവർ കാണില്ല, അവരുടെ മക്കൾ കാണുമെന്ന് സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമ കോംപ്ലിക്കേഷൻ ആവും. ഇതറിയാം, പക്ഷേ അറിയാതെ അങ്ങ് നടന്നു പോയി. ഇതൊന്നും വേണ്ട. ഒരു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് അങ്ങ് പട്ടയം കിട്ടിയെന്ന് വെച്ചോ, നല്ല കഴിവുള്ള ആളുകൾക്ക് അവരിതും കൊണ്ടുപോകും. അവർക്കിപ്പോ അവരുടെ കയ്യിൽ ഇപ്പൊ ഭൂമിയുണ്ട്. പ്രദീപ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് പട്ടയം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഭൂമിയുണ്ട്. ഇവർ കയ്യേറ്റക്കാർ ഭൂമി വച്ചിരിക്കുക റിസോർട്ടായിട്ടും. ഇപ്പോൾ മൂക്കുന്നിമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ 5 ഏക്കർ സർക്കാർ ഭൂമിയിൽ ഒരു ക്വാറി പ്രവർത്തിക്കുന്നുണ്ട്. ആ 5 ഏക്കർ ക്വാറി വീതം കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ 5 ഏക്കർ ക്വാറി ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് യാതൊന്നും ചോദിക്കണ്ട. അത് ലീസ് ഓർ എൻക്രോച്ച്മെന്റ് എന്നാ. ലീസാവും, ഇനി എൻക്രോച്ച്മെന്റ് ആവും. ഒന്നുകിൽ പാട്ടത്തിനെടുത്ത ഭൂമി, അല്ലെങ്കിൽ ഇത് അതുപോലെ എത്രയോ ചെറുകിട കയ്യേറ്റങ്ങൾ. ചെറുകിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഏക്കർ വരെയുള്ള 4 ഏക്കർ വരെയുള്ള കയ്യേറ്റങ്ങൾ സാധൂകരിക്കപ്പെടും. ഇത് മാത്രമല്ല, ഇതിന്റെ ഒരു പാരിസ്ഥിതിക ആഘാതം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. പാരിസ്ഥിതിക ആഘാതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്നാർ മേഖലയിൽ നമുക്കറിയാം പല റിസോർട്ടുകളും പൊളിച്ചപ്പോൾ അത് പാരിസ്ഥിതിക നിയമലംഘനത്തിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് കോടതി അന്ന് അംഗീകരിച്ചത്. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ അവരെന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ CHR ഭൂമി ആകെ, അതും ഇതിന്റെ കൂടെ വായിക്കേണ്ടത്, റവന്യൂ ഭൂമി മാത്രമേ CHRലുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റെടുത്ത 17,000 ഏക്കർ വനഭൂമിയുണ്ട്. ആ വനഭൂമി താങ്കൾക്ക് പോകേണ്ടതുണ്ടെന്നും അറിയാം. അതുകൊണ്ട് ശ്രീ JR പത്മകുമാർ, BJP നേതാവ്, താങ്കളോടൊരു ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ, അതായത് സാധാരണക്കാരായ അവിടുത്തെ മലയോര കർഷകർക്ക് ഒരുപാട് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് അവരുടെ വരുമാന പരിധി എടുത്തു കളയണം, അതോടൊപ്പം തന്നെ ചെറിയ കടകൾ നടത്തുന്നവർക്ക് പട്ടയം നൽകണം. ഒപ്പം ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇന്നലെയും ഇന്നുമായി നമ്മൾ ചർച്ച ചെയ്തു. ഇത് ഇനിയും ഭാവിയിലും ആവർത്തിക്കാതിരിക്കാൻ ഏത് രീതിയിലുള്ള ജാഗ്രതയായിരിക്കണം പാലിക്കേണ്ടി വരിക?
അല്ല, അവിടെ അവിടെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ അല്ലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യങ്ങളും ഇതുവരെ അംഗീകരിച്ചു കൊടുത്തിട്ടില്ലോ. ഇതിപ്പോ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മലയോര വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ചാമ്പ്യന്മാരാവാനുള്ളൊരു ശ്രമം അടൂർ പ്രകാശും ഇവരെല്ലാം കൂടി നടത്തി, മാണിയെ വെട്ടിലാക്കിക്കൊണ്ടാവാനുള്ള ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടു. യഥാർത്ഥ ഈ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. എങ്കിൽ മൂന്നാർ ട്രൈബ്യൂണലിന്റെ അവസ്ഥ എന്താ ഇപ്പോ? അതിൽ അവരെ ആവശ്യമായി കേസ് റെഫർ ചെയ്യുന്നില്ല, സ്റ്റാഫില്ല, അവരോട് കാര്യവും അവിടെ അവർ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ കൈകയറ്റക്കാർക്ക് എതിരായ നിലപാടുകളിൽ മായം ചേർക്കുകയും കൈകയറ്റക്കാർക്ക് അനുകൂലമായി അറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ വൻകിട കയ്യേറ്റക്കാരുടെ പട്ടികയിൽ നിയമജ്ഞർ വരെ അല്ലെങ്കിൽ ജഡ്ജിമാർ വരെ ഉള്ളതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു. മാത്രമല്ലല്ലോ ഇതിന്റെ മുന്നിൽ എന്താണ് റിസോർട്ട് മാഫിയെ സഹായിക്കുമ്പോൾ അവിടെ റിസോർട്ടുള്ളത് കേരളത്തിൽ ധനകാര്യമന്ത്രിയുടെ കുടുംബക്കാർക്ക് റിസോർട്ട് ഉണ്ടല്ലോ, അതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമമല്ലേ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് ഇടിച്ച് പൊളിച്ചു കളഞ്ഞിട്ടുള്ള ഈ നിയമം ലംഘിച്ച് പണിത റിസോർട്ടുകൾ അതൊക്കെ നഷ്ടപരിഹാരം കൂടി നേടിക്കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോഴത്തെ ഇത് നിലവിലുണ്ടായിരുന്നുവെങ്കിൽ എല്ലാം അസാധുവായിരുന്നു. ഗവൺമെന്റിന് എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയമ നടപടിക്ക് വിധേയമാകുക, അത് വിജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഞാൻ പറയാം, ഒരിക്കൽ കൂടി പറയാം, ഈ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും നടത്തിയ ജാഗരൂകരമായ ഇടപെടലാണ് ഇന്ന് വരെ ഇത് പുറകിലോട്ട് വന്നത്. അല്ല KPCC പ്രസിഡന്റ് ഇടപെടലൊന്നും അല്ല. KPCC പ്രസിഡന്റ് ഇടപെടാമെങ്കിൽ മധ്യനയത്തിൽ മാറ്റം വരട്ടെ. നമുക്ക് അഡ്വക്കേറ്റ് PA സലീം, നമുക്കുള്ള സമയം കൊണ്ട് എല്ലാവർക്കും ഇതൊന്ന് സമ്മപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്ന് കരുതുന്നു. ശ്രീ അഡ്വക്കേറ്റ് PA സലീം, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ മലയോര കർഷകർ അല്ലെങ്കിൽ പട്ടയത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന പല കർഷകരും, പ്രത്യേകിച്ച് കയ്യേറ്റക്കാർ, അവരൊന്നും ഒരു 10 സെന്റോ 5 സെന്റിന്റെയോ ആളുകളല്ല, ഏക്കർ കണക്കിന് ഭൂമി അവരുടെ കൈവശമുള്ള ആളുകളാണ്. സാധാരണക്കാരന്റെ കൈവശമല്ല ഈ കയ്യേറ്റങ്ങളെല്ലാം ഉള്ളത്. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതിനെ ശക്തമായ എതിർപ്പ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിട്ട്, അതിപ്പോ KPCC പ്രസിഡന്റാണോ VD സതീശനാണോ എന്നതിനപ്പുറത്ത് കൈരളി പീപ്പിൾ ചാനൽ ഉൾപ്പെടെ ഇന്നലെ 1 മണിക്കൂർ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അതെ, പിന്നെ പ്രദീപ്, ഒരു കാര്യം ഇവിടെ പൽപ്പമാർ ഒരു കാര്യം സമ്മതിച്ചല്ലോ, ഇടുക്കിയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട് ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാടാണെന്ന്. ഇപ്പൊ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പം ഇടുക്കിയിലെ ജനസാമാന്യത്തിന് ഈ ഒരു നിയമ ഭേദഗതിയുടെ ഏതെങ്കിലും ഒരു നന്മ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നല്ലോ. അപ്പം ഇവിടെ പ്രചരിപ്പിച്ചതുപോലെ ഇത് റിസോർട്ട് മാഫിയയോ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമമല്ല. ആ കൊണ്ടുവന്ന നിയമത്തിൽ ഒരുപക്ഷെ അപായ സൂചനകൾ അത് തിരിച്ചറിയാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പിൻവലിക്കാൻ തയ്യാറായത്. ഇവിടെ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇടുക്കി MP, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആദിവാസികളുടെ തൂമി തട്ടിയെടുത്ത കേസിൽ വനം വകുപ്പിന്റെ കുറിഞ്ഞി സാങ്ച്വറി കയ്യേറിയ കേസിൽ ഇവിടെ അന്വേഷണം നേരിടുകയാണ്. ഒരുപക്ഷെ പാർലമെന്റിനംഗം എന്ന ഒരു പരിരക്ഷ ഈ പാർലമെന്റിന്റെ കാലാവധിക്കുള്ള അദ്ദേഹത്തിൽ ലഭിക്കുകയില്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇടതുപക്ഷ മുന്നണി ഇരിക്കുമ്പോഴും ഇവിടെ മൂന്നാറിൽ കയ്യേറ്റത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ ഗോവിന്ദമാ സൂചിപ്പിച്ചു, അച്യുതാനന്ദനത് കാപട്യമായിരുന്നു. 1 സെന്റ് ഭൂമി പോലും കയ്യേറ്റക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ സഖാവ് VS അച്യുതാനന്ദന് കഴിഞ്ഞില്ല. 3-4 ദിവസങ്ങൾ കൊണ്ട് ഒരു JCB-യുമായി കുറെ ഉദ്യോഗസ്ഥന്മാർ പോകുന്നു, കോടതിയുടെ ഇന്റർഫിയറൻസ് വരുന്നു. നിയമപരമായ മാർഗത്തിലൂടെ ഒരു പ്രൊസീജിയർ കംപ്ലൈന്റ് ചെയ്ത് 1 സെന്റ് ഭൂമി പോലും തിരികെ പിടിക്കാൻ കഴിയാത്ത ആളുകളാണ് ഞങ്ങളെക്കുറിച്ച് കേട്ടു പറയുന്നത്. ഇവിടെ ഓപ്പറേഷൻ അനന്ത പോലെ UDF ഗവൺമെന്റ് നിരവധി പരിപാടികൾ കൊണ്ടുവന്നു. കയ്യേറ്റക്കാരെ അല്ല, എന്തിനാ ചിരിക്കുന്നത്? ഞങ്ങൾ കഷ്ടപ്പെടാനല്ലോ, റോഡ് യാത്ര ചെയ്യാനല്ല, ഫണ്ടില്ല, പകുതി പൊളിച്ചിട്ടിട്ട് എല്ലാരും മാറിക്കൊണ്ട് പോയി. ഇപ്പൊ ഒന്നുമില്ല. അല്ല, ഞങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. എവിടെയൊക്കെ കയ്യേറ്റമുണ്ടോ ആ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ഭൂമികൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാപട്യം എന്ന് സൂചിപ്പിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് മൂന്നാറിൽ VS പിണറായി വിജയന്റെ മേൽ പാർട്ടിയിൽ ആധിപത്യം നേടാൻ വേണ്ടി അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ 3-4 പേരെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തിയ നീക്കമാണ്. അതാണ് കാപട്യം. ഞങ്ങളുടെ ശരിയായ നീക്കമാണ്. ഞങ്ങളുടെ നീക്കത്തിന് ഒരു വലിയ ഉദ്ദേശശുദ്ധിയുണ്ട്. ഒരുപക്ഷെ ശ്രീ KK രാഗേഷ് MP ഇതിലെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നിയമസഭയിൽ
ഈ പ്രശ്നം ഉന്നയിക്കാതെ ഒരു നിയമനിർമ്മാണം നടത്താതെ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു. ഇനിയും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു താൽക്കാലികമായ ഒരു പിൻവാങ്ങലിനപ്പുറത്തേക്ക് ഇതിന് യാതൊരുവിധ ഇവരുടെ ആത്മാർത്ഥമായ ഇടപെടലില്ല എന്നുള്ളതിന്റെ സൂചകങ്ങൾ തന്നെയാണ് പുറത്ത് കാണാൻ സാധിക്കുന്നത്. ഒപ്പം KPCC പ്രസിഡന്റ് വി ഡി സതീശൻ, TN പ്രതാപൻ തുടങ്ങിയവർ ഒരു വശത്ത് ഇതിന് നല്ല ആളുകളും ബാക്കിയുള്ളവരെല്ലാം കോൺഗ്രസിനകത്തെ മോശം ആളുകളും എന്നുള്ള ഒരു സന്ദേശം നൽകുകയും ചെയ്യുന്നു. അതിനെ എതിർക്കാനായി ധൃതി പിടിച്ച് KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനു മുൻപായി മറ്റൊരു തീരുമാനം എടുക്കുക എന്നുള്ള സ്ഥിരം നടപടിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നീങ്ങുന്നു. ഇന്ന് അടൂർ പ്രകാശ് അവസാനമായി മാധ്യമ പ്രവർത്തകരെ കണ്ടതിന് ശേഷം അവസാനമായി പറഞ്ഞൊരു വാചകത്തിൽ, നിങ്ങൾ ഇനി എന്ത് വേണേ ആയിക്കോ, ഇനി നിങ്ങൾക്ക് പട്ടയം വേണമെങ്കിൽ നിങ്ങൾ ആരെയാന്ന് വെച്ചാൽ പോയി കണ്ടെന്നുള്ള ആ ധാർഷ്ട്യം, അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രബുദ്ധമായ രാഷ്ട്രീയ കേരളത്തിന് ഉൾക്കൊള്ളാനാവുക? അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഭരണകക്ഷിയിൽ തന്നെ ചിലര് തക്കം പാർത്ത് പ്രതിപക്ഷത്തിന്റെ റോള് കൈകാര്യം ചെയ്യാണ്. ഇപ്പൊ AK ആന്റണി കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ, കേരളത്തിൽ അഴിമതി കൊടികുത്തി വാഴുകയാണ്. അങ്ങനെ പറഞ്ഞ AK ആന്റണി കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് A+ നൽകുന്നുവെന്നാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിത നിലപാട് സ്വീകരിച്ചവർ പിന്നീട് UDF സ്വീകരിക്കുന്ന സമീപനത്തിന്റെ കൂടെയാണ് ചേർന്നത്. KPCC പ്രസിഡന്റ് എല്ലാ ഘട്ടത്തിലും വ്യത്യസ്ത അഭിപ്രായം പറയുമെങ്കിലും പിന്നീട് UDFനെ എല്ലാ കാലത്തും ന്യായീകരിക്കുന്ന സമീപനമാണ്. ഈ ഒരു ഇരട്ടത്താപ്പുണ്ട്, ഇത് കാപട്യമാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ബേസിക് ആയിട്ടുള്ള വിഷയം എന്താ, നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ 10,000 പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമി നൽകി. അങ്ങനെ ഭൂമി നൽകിയപ്പോൾ ഇനിയും ഭൂമി ലഭിക്കേണ്ടവരായിട്ടുള്ള നിരവധി പേരുണ്ട്. 3 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇപ്പോഴും ഭൂമിയില്ല, ഭൂരഹിതരുണ്ട്. അവർക്ക് ഭൂമി ലഭിക്കണം. അവർക്ക് എങ്ങനെയാണ് ഭൂമി നൽകേണ്ടത്? ഭൂമി നൽകണമെങ്കിൽ ഇപ്പോൾ അനധികൃത കയ്യേറ്റമുണ്ട്, അതുപോലെ തന്നെ മിച്ച ഭൂമിയുണ്ട്. ഇതൊക്കെ കൈവശപ്പെടുത്തണം. ആ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒഴിപ്പിച്ചാൽ മാത്രമേ പാവപ്പെട്ടവന് ഭൂമി നൽകാൻ വേണ്ടി കഴിയൂ. ഒഴിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്താ, അതിന് ചില കോടതിയിൽ പോയ വിഷയം, നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കി കൊടുത്ത് കയ്യേറ്റക്കാർക്ക്, ഭൂമാഫിയക്ക് ഈ ഭൂമിയാകെ കൈവശം വെക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുതൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 2012 തന്നെ അവർ ചില ഭേദഗതികളുമായി, ഭൂവിനിയോഗ ഭേദഗതി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ വേണ്ടി അവസരം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞാൽ തോട്ടം ഭൂമിയായി പരിഗണിച്ചുകൊണ്ട് അവസരം ലഭിക്കുന്ന ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് നടത്തിയത്. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ്. ഒരു കളവ്, ഒരു തട്ടിപ്പ് നടത്തിയതിന് ശേഷം അതിൽ നിന്ന് ഞാൻ പിന്മാറി എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാതാവുമോ? ഇതിപ്പോ ഇവിടെ നടപ്പിലായിരുന്നെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താ, കേരളത്തിലെ അവശേഷിക്കുന്ന മിച്ചഭൂമി ഇല്ലാണ്ടാവും. 3 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവർക്ക് ഇനിയും ഭൂമി ലഭിക്കാനുണ്ട്. അവർക്ക് അവകാശപ്പെട്ട ഭൂമി കേരളത്തിൽ ഇല്ലാതാകും. അപ്പോൾ അതിഭീകരമായ, അതിവിപുലമായ ഒരു അഴിമതിക്ക് കളമൊരുക്കുന്ന വിധത്തിലുള്ള ഉത്തരവാണ് ഇവിടെ വന്നത്. അത് കയ്യോടെ പിടികൂടിയപ്പോൾ അത് മോഷ്ടിച്ച ഞാൻ തൊണ്ടി മുതൽ ഇതാ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ന്യായം കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അത് അതിഭയാനകമായ വിപുലമായി തട്ടിപ്പിനെതിരായി കേരള ജനതയാകെ ഒറ്റക്കെട്ടായി ശബ്ദിക്കുകയാണ് വേണ്ടത്. അതെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരുന്നു. അവസാനമായി BRM ഷഫീർ, താങ്കൾ ഇവിടെ ഇരിക്കുന്നു. ഗോവിന്ദ മാഷ്ക്ക് എന്തോ പറയണം, ഗോവിന്ദ മാഷ് പറയട്ടെ. കഴിഞ്ഞ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് മുന്നാർ കയ്യേറ്റ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെന്റ് പോലും ഒഴിപ്പിച്ചിട്ടില്ല എന്ന് കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറയണ്ടായി. ഇതുപോലെ ഒരു അസംബന്ധം, ഇതുപോലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ഗൗരവപൂർവ്വം പഠിച്ച് നിലപാടുകൾ പറയണം. ഇവിടെ അന്ന് കയ്യേറിയതിന്റെ ഭാഗമായിട്ട് ചില മാഫിയകൾ എന്ന് പറഞ്ഞാൽ പൊളിക്കപ്പെട്ട ആളുകൾ കോടതിയിലേക്ക് പോയിട്ട് ഈ ഗവൺമെന്റ് കൃത്യമായിട്ട്, കോടതി പറഞ്ഞല്ലോ ഈ AGന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യം, കേസ് തോറ്റുകൊടുത്തിട്ട് പണം ഗവൺമെന്റ് തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും കയ്യേറ്റത്തിന്റെ ഭാഗമായിട്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ, അപ്പോൾ അതിന്റെ അകത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അന്ന് പിടിച്ചെടുത്തതുണ്ട്. ആ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ വെച്ചിട്ട് അത് പാർട്ടിക്കകത്തുള്ള വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കാനൊന്നും പുറപ്പെടേണ്ട. അസംബന്ധം പറയുകയാണ്. യഥാർത്ഥത്തിൽ ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് കാണുന്നതിന് പകരം തെറ്റായ വിശദീകരണങ്ങൾ നൽകാൻ പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ ഈ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. ഇവിടെ ഭൂമാഫിയകൾക്ക് എല്ലാ സംരക്ഷണവും നൽകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന UDFന്റെ ഗവൺമെന്റിന്റെ ഒരു ചെയ്തി മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ആ ഒരു പോയിന്റ് കൂടി നമ്മൾ, പക്ഷേ BRM ഷഫീർ, ഇന്നലെ ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തതാണ്. നമ്മൾ പറയുകയും ചെയ്തു, ആ എപ്പിസോഡ്
KPCC പ്രസിഡന്റ് VM സുധീരൻ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നട്ടലിലുള്ള ആളാണെങ്കിൽ ഒരു തീരുമാനം വരട്ടെ എന്ന്. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാർക്ക് VM സുധീരൻ ഒരു സ്വീകരണമെങ്കിലും നൽകണം. സാധിക്കുമോ? നേരത്തെ പറഞ്ഞതുപോലെയല്ല, അതിനകത്ത് ദൈനംദിന ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം KPCC ഇടപെടുന്ന വിഷയമില്ല. പക്ഷേ നയപരമായ തീരുമാനങ്ങളിൽ അത് മധ്യ വിഷയമായിരുന്നാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള നയപരമായ നിലപാടുകളിൽ കേരളത്തിലെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഈ സന്ദർഭത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പോലും അംഗീകരിക്കുന്നില്ല. KPCC പ്രസിഡന്റ് ഇടപെടൽ മൂലമാണ് ഇത്തരം ഒരു പിന്മാറ്റം എന്നുള്ള കാര്യം കോൺഗ്രസിലെ ആളുകൾ തീരുമാനിച്ച ഉമ്മൻചാണ്ടി അല്ല, ഞാൻ ചോദിക്കട്ടെ, വളരെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം വിഷയങ്ങൾ. ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരണം വളരെയധികം നന്ദി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം അഡ്വക്കേറ്റ് JR പത്മകുമാർ, അഡ്വക്കേറ്റ് PA സലീം, അഡ്വക്കേറ്റ് BRM ഷെരീഫ്, CR നീലകണ്ഠൻ, ഒപ്പം KK രാഗേഷ്.